ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് നിന്ന് പാതിരാത്രി നാടകീയമായി അറസ്റ്റ് ചെയ്ത് പോലീസ്. ക്രൂരപീഡനവും സാമ്പത്തിക ചൂഷണവും നടത്തിയെന്ന് പത്തനംതിട്ട സ്വദേശിനിയുടെ പരാതി. ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തി. ആരോപണങ്ങൾ നിഷേധിച്ച രാഹുൽ. സ്ഥിരം കുറ്റവാളിയെന്ന അറസ്റ്റ് നോട്ടീസ്. വൈദ്യപരിശോധനയ്ക്ക് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഹാജരാക്കവേ ജീപ്പ് വളഞ്ഞ് ഡിവൈഎഫ്ഐയുടെ യുവമോർച്ചയുടെയും വൻ പ്രതിഷേധം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഇന്ന് ജാമ്യാപേക്ഷ നൽകും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്ക് നിയമസഭ. അയോഗ്യനാക്കാൻ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ. അറസ്റ്റ് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കും. രാഹുൽ വിഷയത്തിൽ തന്റെ നിലപാട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാമെന്നും പാർട്ടി നടപടിയെടുത്തുവെന്നും വി ഡി സതീശൻ. രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ മുഖമെന്നും അയാളെ MLA ആക്കിയ പാർട്ടി വിശദീകരണം നൽകണമെന്നും വി ശിവൻകുട്ടി. ആഭ്യന്തര വകുപ്പിൽ നിന്നും കോൺഗ്രസിൽ നിന്നും രാഹുലിന് സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് കെ സുരേന്ദ്രൻ. ദൈവത്തിന് നന്ദിയെന്നും മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ ക്ഷമിക്കട്ടെയെന്നും ആദ്യ പരാതിക്കാരി. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണവും ഇന്ത്യയിൽ കോൺഗ്രസ് ഭരണവും അവസാനിച്ചിരിക്കുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിശ്വാസം സംരക്ഷിക്കാനും ദേശദ്രോഹികളെ അകറ്റാനും BJP അധികാരത്തിൽ വരണമെന്നും പ്രതിനിധി സമ്മേളനത്തിൽ അമിത്ഷാ. അഭിസംബോധന തുടങ്ങിയത് ശ്രീനാരായണ ഗുരുവിനും അയ്യങ്കാളിക്കും ശങ്കരാചാര്യർക്കും പ്രണാമമർപ്പിച്ച്. ഉച്ചയ്ക്ക് ശേഷം BJP കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. ഐതിഹ്യ പെരുമയുമായി അമ്പലപ്പുഴ സംഘത്തിന്റെ എരുമേലി പേട്ടതുള്ളൽ തുടങ്ങി. വാവരുപള്ളിയിലെത്തി വാവരുടെ പ്രതിനിധിയുമായി വലിയ അമ്പലത്തിലേക്ക്. ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ഉച്ചയ്ക്ക് ശേഷം.